മജ്മു നികായ 48 കോസംബീയ സുത്ത്. കോസംബി എന്ന പ്രദേശത്തെ ഭിക്ഷുക്കൾ പരസ്പരം എന്തോ കാരണത്താൽ കലഹിച്ചു. ആ സമയത്താണ് ഭഗവാൻ ഈ ഉപദേശം നൽകിയത്. ഭിക്ഷുക്കൾ ഒരുമിച്ച് കഴിയണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവസാനമായിട്ട് ഒരു മുക്തി നേടിയ, അതായത് ശ്രോതാപന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ 7 ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും തോന്നുകയാണ് താൻ ഒരു ശ്രോതാപന്നനാണ് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ശ്രോതാപന്നനാണ് എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൂത്രം അവർക്ക് ഷെയർ ചെയ്യുക. ഈ പറയുന്ന 7 ജ്ഞാനങ്ങൾ അവർക്ക് ഉണ്ടോ എന്ന് സ്വയം അറിയുക. അതേപോലെ തന്നെ അവരോടും ചോദിക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ശ്രോതാപന്നൻ തന്നെയാണ്. ശ്രോതാപന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി നേടിയ വ്യക്തി, അതായത് മുക്തിയുടെ ആദ്യ അവസ്ഥ, അതാണ് ശ്രോതാപന്നൻ. പിന്നെ 3 അവസ്ഥകൾ കൂടിയുണ്ട്. സഗ്ദാഗാമി, അനാഗാമി, അർഹന്തൻ എന്ന 3 അവസ്ഥകൾ കൂടിയുണ്ട്. ഈ സൂത്രം സംഘത്തിന് മാത്രമല്ല മറ്റ് ഏതൊരു ഓർഗനൈസേഷനും അവിടെയുള്ള ആൾക്കാർക്ക് യോജിച്ച് കഴിയണം എങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 6 ഗുണങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് ഒട്ടും സമയം കളയാതെ സൂത്രത്തിലേക്ക് പോകാം. ഞാൻ ഇപ്രകാരം കേട്ടു. ഒരിക്കൽ ഭഗവാൻ കോസംബി എന്ന സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. ഗോസിതൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് കോസംബിയിലെ ചില ഭിക്ഷുക്കൾ തർക്കിക്കുകയായിരുന്നു, കലഹിക്കുകയായിരുന്നു, വാദപ്രതിവാദം നടത്തുകയായിരുന്നു. എന്നിട്ട് മറ്റുള്ളവരെ മൂർച്ചയേറിയ ശബ്ദത്താൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. അതായത് വളരെ കഠിനമായിട്ടുള്ള വാക്കുപയോഗിച്ച് മറ്റുള്ളവരെ അവർ നോവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് കാര്യങ്ങൾ സ്വയം മനസ്സിലാകുന്നില്ല, മറ്റുള്ളവരെ മനസ്സിലാപ്പിക്കാനും സാധിക്കുന്നില്ല. അവർക്ക് സ്വയം കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല, മറ്റുള്ളവരെ വ്യക്തമാക്കി കൊടുക്കാനും അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. ഇരുന്നതിന് ശേഷം ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഭഗവാനെ, കോസംബിയിലെ ഭിക്ഷുക്കൾ അവർ പരസ്പരം കലഹിക്കുകയാണ്, തർക്കിക്കുകയാണ്, വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അന്യോന്യം കടുത്ത ശബ്ദങ്ങൾ അവർ പറയുകയാണ്. അവർക്ക് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, മറ്റുള്ളവരെയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് ആ ഭിക്ഷു ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവിടെയുള്ള ഒരു ഭിക്ഷുവിനോട് ഇങ്ങനെ പറഞ്ഞു. ഭിക്ഷുവേ, ആ ഭിക്ഷുക്കളോട് പോയി പറയുക, ശാസ്ത നിങ്ങളെ വിളിക്കുന്നു എന്ന്. തീർച്ചയായും ഗുരുവേ എന്ന് ആ ഭിക്ഷു പ്രത്യുത്തരം കൊടുത്തു. എന്നിട്ട് ആ കലഹിക്കുന്ന ഭിക്ഷുക്കളുടെ അടുത്ത് പോയിട്ട് ഈ ഭിക്ഷു ഇങ്ങനെ പറഞ്ഞു. ആയുഷ്മാന്മാരെ, ശാസ്ത താങ്കളെ വിളിക്കുന്നു. ശരി മിത്രമേ എന്ന് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. അതിനുശേഷം ആ ഭിക്ഷുക്കൾ ഭഗവാന്റെ മുൻപിൽ പോയി. എന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ഭഗവാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു. ഭിക്ഷുക്കളെ, നിങ്ങൾ തർക്കിക്കുകയാണ്, കലഹിക്കുകയാണ്, വാദപ്രതിവാദം ചെയ്യുകയാണ്, മറ്റുള്ളവരെ വളരെ കടുത്ത വാക്കുകളാൽ നിങ്ങൾ നോവിക്കുകയാണ്. ഈ കാര്യങ്ങൾ ശരിയാണോ? നിങ്ങൾക്ക് മറ്റുള്ളവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കും വ്യക്തമായിട്ടില്ല. ഇത് ശരിയാണോ? അതേ ബന്ധേ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ ഈ രീതിയിൽ തർക്കിക്കുന്ന സമയത്ത്, കലഹിക്കുന്ന സമയത്ത്, വാദപ്രതിവാദം നടത്തുന്ന സമയത്ത്, കടുത്ത വാക്കുകളാൽ നിങ്ങൾ നിങ്ങളുടെ സബ്രഹ്മചാരികളെ നോവിക്കുന്ന സമയത്ത്, നിങ്ങൾ ആ സബ്രഹ്മചാരികളോട്, കൂടെയുള്ള ബ്രഹ്മചാരികളോട് മൈത്രിയുടെ ശരീരകർമ്മം, മൈത്രിയുടെ വാണീകർമ്മം, മൈത്രിയുടെ മനോകർമ്മമാണോ ചെയ്യുന്നത്? ആൾക്കാരുടെ മുന്നിലും അതേപോലെ തന്നെ ഒറ്റയ്ക്കും അതേപോലെയുള്ള കർമ്മമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ മൈത്രി കായകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്രതയോടുകൂടിയുള്ള ശരീരം കൊണ്ടുള്ള ജോലികൾ, കർമ്മങ്ങൾ. അതേപോലെ തന്നെ മൈത്രി വാണി കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്രതയോടുള്ള വാണിയുടെ കർമ്മങ്ങൾ. അതേപോലെ തന്നെ മൈത്രി മനോകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ മിത്രതയോടെയുള്ള ചിന്തകൾ. അതായത് നമ്മുടെ ചിന്തകളും വാക്കുകളും പെരുമാറ്റവും മൈത്രിപൂർണ്ണം ആണോ? അതാണ് ഇവിടെ ചോദിക്കുന്നത്. അത് പുറത്തും അകത്തും, അതായത് ആൾക്കാരുടെ മുന്നിൽ ഒരു വിധത്തിൽ, അതേപോലെ തന്നെ ഒറ്റയ്ക്ക് മറ്റൊരു വിധത്തിൽ, അങ്ങനെയല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭിക്ഷുക്കൾ പറഞ്ഞു, ഇല്ല ബന്ധേ. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ ഈ രീതിയിൽ തർക്കിക്കുന്ന സമയത്ത്,
കലഹിക്കുന്ന സമയത്ത്, വാദപ്രതിവാദം നടത്തുന്ന സമയത്ത്, അന്യോന്യം നിങ്ങൾ കടുത്ത ശബ്ദം പറഞ്ഞ് നോവിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സബ്രഹ്മചാരികളെ പുറത്തും അതേപോലെ തന്നെ അകത്തും മൈത്രി കായകർമ്മത്തോടെ അല്ല പെരുമാറുന്നത്, മൈത്രി വാണീകർമ്മത്തോടെ അല്ല പെരുമാറുന്നത്, മൈത്രി ചിത്തകർമ്മത്തോടെ അല്ല പെരുമാറുന്നത്. അതിനാൽ മോഹപുരുഷന്മാരെ, നിങ്ങൾ ഈ രീതിയിൽ പെരുമാറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് അറിയാൻ കഴിയുക, എന്താണ് കാണാൻ കഴിയുക? നിങ്ങൾ അന്യോന്യം കലഹിക്കുകയാണ്. മറ്റുള്ളവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കും കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ അറിയുന്നത്, എന്താണ് നിങ്ങൾ കാണുന്നത്? ഇവിടെ അറിയുന്നത്, കാണുന്നത് എന്ന് പറയുന്നത് സാധാരണ അറിയലും കാഴ്ചയുമല്ല. ധർമ്മത്തിലുള്ള അറിവ് നിങ്ങൾക്ക് എന്താണ് ഉള്ളത്, ധർമ്മത്തിൻ്റെ എന്ത് കാഴ്ചയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു, മോഹപുരുഷന്മാരെ, ഈ കാര്യങ്ങൾ ദീർഘകാലത്തേക്ക് നിങ്ങളുടെ അഹിതത്തിനും ദുഃഖത്തിനും കാരണമായിട്ട് തീരും. അതിനുശേഷം ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഈ 6 നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ 6 ധർമ്മങ്ങൾ നിങ്ങൾക്ക് പരസ്പരം സ്നേഹം, അതേപോലെ തന്നെ ബഹുമാനം, ഐക്യം, സഹിഷ്ണുത, ഏകത്വം, കലഹമില്ലായ്മ ഇവ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ 6 ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ധർമ്മം എന്ന് പറയുന്ന സമയത്ത് 6 കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഒരു ഭിക്ഷു തൻ്റെ സഹബ്രഹ്മചാരികളെ മൈത്രി കായകർമ്മത്തോടുകൂടി പുറത്തും അകത്തും, അതായത് ജനങ്ങളുടെ മുന്നിലും അതേപോലെ തന്നെ ഒറ്റയ്ക്കും അവരോട് മൈത്രി കായകർമ്മത്തോടെയാണ് പെരുമാറുന്നത്. അതും തുടർച്ചയായിട്ട്. ഇവിടെ മൈത്രി കായകർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് എപ്പോഴും മൈത്രിപൂർണ്ണമായിരിക്കണം. മറ്റുള്ളവരോട് മിത്രതയുള്ള പെരുമാറ്റമായിരിക്കണം നമ്മുടെ ശരീരം കൊണ്ട് ഉണ്ടാകേണ്ടത് എന്നാണ് പറയുന്നത്. ഇത് സംഘത്തിന് മാത്രമല്ല, ഒരു ഓർഗനൈസേഷനായാലും അതേപോലെ തന്നെ ഏതൊരു സമുദായത്തിലും ഈ കാര്യങ്ങൾ ബാധകമാണ്. ഈ നല്ല ധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള സ്നേഹം, ബഹുമാനം, ഐക്യം, സഹിഷ്ണുത, ഏകത്വം എല്ലാം വർദ്ധിപ്പിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഇടയിൽ ഒട്ടും തന്നെ വഴക്ക് ഉണ്ടാവുകയില്ല. അടുത്തതായിട്ട് ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു തൻ്റെ സഹബ്രഹ്മചാരികളോട് മൈത്രിയുള്ള വാണീകർമ്മത്താൽ പെരുമാറുന്നു. അതും തുടർച്ചയായിട്ട് പുറത്തും അതേപോലെ തന്നെ അകത്തും. പുറത്ത് എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളുടെ മുന്നിൽ, അകത്ത് എന്ന് പറയുന്ന സമയത്ത് ഒറ്റയ്ക്ക് മൈത്രിയോടെ വാണീകർമ്മങ്ങൾ ചെയ്യുന്നു. അതായത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മിത്രതയോടുകൂടി, സ്നേഹത്തോടുകൂടി, അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഈ ധർമ്മവും നിങ്ങൾക്ക് നിങ്ങളുടെ സംഘത്തിൽ സ്നേഹം, ബഹുമാനം, ഐക്യം, സഹിഷ്ണുത, ഏകത്വം, കലഹമില്ലായ്മ ഇവ ഉണ്ടാക്കുന്നതാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു തൻ്റെ സഹബ്രഹ്മചാരികളെ മൈത്രിയുള്ള മനോകർമ്മത്താൽ അവരോട് തുടർച്ചയായിട്ട് പെരുമാറുന്നു, പുറത്തും അകത്തും. അതായത് മൈത്രിയുള്ള മനോകർമ്മം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് മിത്രതയോടുകൂടി ആയിരിക്കണം ചിന്തിക്കേണ്ടത്. അവരിൽ ഒരിക്കലും ദേഷ്യം പാടില്ല, ഈർഷ്യം പാടില്ല, അവരോട് വെറുപ്പ് പാടില്ല. അങ്ങനെയുള്ള ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഈ ധർമ്മവും നിങ്ങളുടെ സംഘത്തിൽ സ്നേഹം, ബഹുമാനം, ഐക്യം, സഹിഷ്ണുത, ഏകത്വം, കലഹമില്ലായ്മ ഇവ ഉണ്ടാക്കും. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ധർമ്മത്താൽ തനിക്ക് എന്ത് ലാഭം ലഭിക്കുന്നുവോ, ശരിയായ മാർഗത്തിലൂടെ ലാഭം ലഭിക്കുന്നുവോ, അത് മറ്റൊന്നും ചിന്തിക്കാതെ അവർ തൻ്റെ സബ്രഹ്മചാരികളുമായിട്ട് പങ്കിടണം. അത് ഒരു പക്ഷേ ഭിക്ഷാപാത്രത്തിൽ വീഴുന്ന ഭിക്ഷാന്നം ആയിരിക്കാം. അത് അവർ സബ്രഹ്മചാരികളുമായിട്ട് പങ്കിടണം. അതായത് ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഭിക്ഷുവിന് പലതരത്തിലുള്ള ലാഭങ്ങൾ വന്നു ചേരും. അതായത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വന്നു ചേരും. അത് വസ്ത്രമായിരിക്കാം, പാർപ്പിടമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗികൾക്കുള്ള മരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ലാഭങ്ങൾ ഒരു ഭിക്ഷുവിന് വന്നു ചേരും. ഈ കിട്ടുന്ന വസ്തുക്കൾ എല്ലാം തന്നെ അവർ തീർച്ചയായിട്ടും തൻ്റെ കൂട്ടുകാരായിട്ടുള്ള ബ്രഹ്മചാരികൾ അവർക്ക് അത് പങ്കിട്ട് നൽകണം. അത് ഒരുപക്ഷെ ഭക്ഷണമായിരിക്കാം, അതും അവർ പങ്കിട്ട് നൽകണം. ചിലപ്പോൾ മറ്റാർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു നല്ല ഭക്ഷണം നമ്മൾക്ക് ഭിക്ഷാന്നമായി കിട്ടി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ ആ ഭക്ഷണം കൊടുക്കാവുന്നതാണ്.
ഈ ധർമ്മവും നിങ്ങളുടെ സംഘത്തിൽ സ്നേഹം, ബഹുമാനം, ഐക്യം, സഹിഷ്ണുത, ഏകത്വം, കലഹമില്ലായ്മ, യോജിപ്പ് ഇവ ഉണ്ടാക്കുന്നതാണ്. അടുത്തതായിട്ട് ഒരു ഭിക്ഷു തൻ്റെ സഹബ്രഹ്മചാരികൾ എടുത്തിരിക്കുന്ന എല്ലാ ശീലങ്ങളെയും അവർ സ്വയം പാലിക്കാൻ നോക്കണം. അത് പുറത്തും അകത്തും. ആ ശീലങ്ങളെ ആ ഭിക്ഷു ഒരിക്കലും തെറ്റിക്കരുത്. അത് ഒട്ടും തന്നെ കളങ്കമില്ലാതെ പാലിക്കണം, ദോഷമില്ലാതെ പാലിക്കണം, പരിശുദ്ധമായിട്ട് പാലിക്കണം. അത് മുക്തി തരുന്നതാണ്. പ്രജ്ഞയുള്ളവർ ആ ശീലത്തെ പ്രശംസിക്കുകയാണ്. അത് തെറ്റില്ലാതെ തന്നെയാണ് പാലിക്കുന്നത്. അത് സമാധിയിലേക്ക് നയിക്കുന്നതാണ്. അതായത് ഒരു ഭിക്ഷു സംഘത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വിനയങ്ങളെയും, അതായത് എല്ലാ നിയമങ്ങളെയും അനുസരിക്കണം. ഇതുമൂലം സംഘത്തിൽ സ്നേഹം, സത്കാരം, ഐക്യം, സഹിഷ്ണുത, ഏകത്വം, കലഹമില്ലായ്മ ഇവ ഉണ്ടാകുന്നതാണ്. അടുത്തതായിട്ട് ഒരു ഭിക്ഷു തൻ്റെ ബ്രഹ്മചാരികളിൽ ഏത് ദർശനം ഉണ്ടോ അതേ ദർശനത്തിന് അനുസരിച്ച് അവർ ജീവിക്കണം. അത് പുറത്തും അകത്തും. ആ ദൃഷ്ടി ആര്യമാണ്, മുക്തിയിലേക്ക് നയിക്കുന്നതാണ്. ഇത് പാലിക്കുന്ന വ്യക്തിക്ക് ദുഃഖക്ഷയം വരുത്തി മുക്തി കൊടുക്കുന്നതാണ്. അതായത് ഇവിടെ സമ്മാദിഷ്ഠിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ദുഃഖമാണ്, ദുഃഖസമുദയമാണ്, ദുഃഖനിരോധമാണ്, ദുഃഖനിരോധഗാമിനി പടിവത. ഈ ദിഷ്ഠിക്കനുസരിച്ചിട്ടാണ് ഒരു ഭിക്ഷു ജീവിക്കേണ്ടത്. ഇതും വളരെ നല്ല ഒരു ധർമ്മമാണ്, ഗുണമാണ്. അതുമൂലം സംഘത്തിൽ സ്നേഹവും സത്കാരവും ഐക്യവും സഹിഷ്ണുതയും ഏകത്വവും കലഹമില്ലായ്മയും ഉണ്ടാകും. ഈ 6 ഗുണങ്ങൾ അല്ലെങ്കിൽ 6 ധർമ്മങ്ങൾ സംഘത്തിൽ സ്നേഹവും സത്കാരവും ഐക്യവും സഹിഷ്ണുതയും ഏകത്വവും കലഹമില്ലായ്മയും വർദ്ധിപ്പിക്കുന്നതാണ്. ഭിക്ഷുക്കളെ, ഈ 6 പ്രധാന ധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ദിഷ്ഠി തന്നെയാണ്, അല്ലെങ്കിൽ ദർശനം തന്നെയാണ്. ആ ദിഷ്ഠി ആര്യമാണ്, മുക്തിയിലേക്ക് നയിക്കുന്നതാണ്. അത് അഭ്യസിക്കുന്നവർക്ക് മുഴുവൻ ദുഃഖക്ഷയം കൊടുക്കാൻ പ്രാപ്തമാണ്. ഇതാണ് മറ്റുള്ള എല്ലാ ധർമ്മങ്ങളെയും ഒരുമിച്ച് വയ്ക്കുന്നത്, കൂട്ടിയോജിപ്പിക്കുന്നത്. ഇത് ഒരു വീടിനെ പോലെയാണ്. ആ വീടിൻ്റെ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള കഴുക്കോൽ മറ്റുള്ള കഴുക്കോലുകളെ എല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നതാണ്. കഴുക്കോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട് കെട്ടുന്ന സമയത്ത് ഏറ്റവും മുകളിൽ ഒരു വലിയൊരു തടിയുണ്ടാകും. ആ തടിയോട് ബന്ധിപ്പിച്ചിട്ടാണ് ചെറിയ ചെറിയ തടികൾ ഉണ്ടാകുന്നത്. അതിന് മുകളിലാണ് നമ്മൾ ഓടുമേയുന്നത്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഏറ്റവും മുകളിലുള്ള തടി, അതിലാണ് ബാക്കിയെല്ലാം ബന്ധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ദിഷ്ഠി എന്നാണ് പറയുന്നത്. ഇവിടെ ദിഷ്ഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശനം. അത് സമ്മാദിഷ്ഠിയാണ്, സമ്യക്കായിട്ടുള്ള ദർശനമാണ്. എന്താണ് സമ്മാദിഷ്ഠി? ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ സമുദയമാണ്, ദുഃഖത്തിൻ്റെ നിരോധമാണ്, ദുഃഖ നിരോധനത്തിലുള്ള മാർഗമാണ്. ഇതാണ് ശരിയായിട്ടുള്ള ദർശനം. അതുപോലെ തന്നെയാണ് ഈ 6 പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ദിഷ്ഠി തന്നെയാണ്. അത് ആര്യമാണ്, മുക്തി തരുന്നതാണ്. അത് അഭ്യസിക്കുന്നവർക്ക് ദുഃഖക്ഷയത്തിന് കാരണമാവുന്നു. ഇത് തന്നെയാണ് എല്ലാറ്റിനെയും ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ദിഷ്ഠി അല്ലെങ്കിൽ ദർശനം എന്ന് പറയുന്നത് ആര്യമാണ്, മുക്തി തരുന്നതാണ്, അത് അഭ്യസിക്കുന്നവർക്ക് പരിപൂർണമായിട്ടുള്ള ദുഃഖക്ഷയത്തിന് കാരണമാകും എന്ന് പറയുന്നത്? അത് ഇങ്ങനെയാണ്. ഒരു ഭിക്ഷു അരണ്യത്തിൽ പോകുന്നു. അരണ്യം എന്ന് പറയുമ്പോൾ കാട്. വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു വീട്ടിൽ പോകുന്നു. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നു: എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആവരണമുണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ? അതിനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് കാണാനും അതേപോലെ തന്നെ അറിയാനും സാധിക്കാതിരിക്കുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും എൻ്റെ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടോ എന്നാണ് ആ ഭിക്ഷു സ്വയം ചോദിക്കേണ്ടത്. ഇവിടെ കാണുക, അറിയുക എന്ന് പറയുമ്പോൾ സാധാരണ കാണലും അറിയലല്ല. പ്രജ്ഞാദൃഷ്ടിയാൽ ധർമ്മത്തെ കാണുക, പ്രജ്ഞാദൃഷ്ടിയാൽ ധർമ്മത്തെ അറിയുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതായത് ഒരു സാധകൻ തന്നോട് സ്വയം ചോദിക്കുന്നതാണ്: 5 നീവരണങ്ങൾ അല്ലെങ്കിൽ 5 ശത്രുക്കൾ എൻ്റെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ധർമ്മത്തെ കാണാൻ സാധിക്കില്ല. അതിന് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് ഇവിടെ ആ ഭിക്ഷു സ്വയം തന്നോട് ചോദിക്കുന്നത്. ഒരു ഭിക്ഷുവിന് കാമഛന്തം ഉണ്ട് എങ്കിൽ
അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ദ്രിയ വിഷയങ്ങളോട് ആസക്തി ഉണ്ട് എങ്കിൽ അതാണ് അവൻ്റെ ചിത്തത്തെ ബാധിച്ചിരിക്കുന്ന കാര്യം. ഒരു ഭിക്ഷുവിന് വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷം ഉണ്ട് എങ്കിൽ അത് ചിത്തത്തെ ബാധിച്ചിരിക്കുന്ന ആവരണമാണ്. ഒരു ഭിക്ഷുവിന് ധീനമിത്തം, അതായത് ശരീരത്തിലും മനസ്സിലും ആലസ്യമുണ്ട് എങ്കിൽ അത് അവൻ്റെ മനസ്സിനെ ആവരണം ചെയ്തിരിക്കുന്ന ആവരണമാണ്. ഒരു ഭിക്ഷുവിന് ഉദ്ദച്ച കൊക്കുച്ചം അല്ലെങ്കിൽ ഇരിക്കപ്രതയില്ലായ്മ ഉണ്ട് എങ്കിൽ അത് അവൻ്റെ ഉള്ളിലെ ആവരണമാണ്. ഒരു ഭിക്ഷുവിന് വിചികിച്ച അല്ലെങ്കിൽ സംശയം ഉണ്ട് എങ്കിൽ അത് ഉള്ളിലെ ഒരു ആവരണമാണ്. ഈ ലോകത്തെപ്പറ്റി ആ ഭിക്ഷു ചിന്തിക്കുകയാണ് എങ്കിൽ അത് ആ ഭിക്ഷുവിൻ്റെ ആവരണമാണ്. അതായത് ഈ ലോകം അന്തമുള്ളതാണോ അന്തമില്ലാത്തതാണോ, ഈ ലോകം ശാശ്വതമാണോ അശാശ്വതമാണോ, ഇങ്ങനെയുള്ള ചിന്തകൾ. പരലോകത്തെപ്പറ്റിയുള്ള ചിന്തകൾ ആ ഭിക്ഷുവിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ഒരു ആവരണമാണ്. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് തർക്കിക്കുകയാണ്, കലഹിക്കുകയാണ്, വാദപ്രതിവാദം ചെയ്യുകയാണ്, മറ്റുള്ളവരെ കടുത്ത വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ് എങ്കിൽ അവൻ്റെ ചിത്തം ആവരണത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഇതിനെ അവർ യഥാപൂർവം പ്രജ്ഞയോടെ അവർ മനസ്സിലാക്കുന്നു. പചാനാദി, ഇതിനെ ഒന്നും തന്നെ ഞാൻ ഉള്ളിൽ ഉപേക്ഷിച്ചിട്ടില്ല, ഈ ആവരണങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ യഥാവിധി കാണുകയും അറിയുകയും ചെയ്യാതിരിക്കുന്നത്. അതിനുശേഷം ആ വ്യക്തി ഇവയെല്ലാം ഉപേക്ഷിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഇങ്ങനെ മനസ്സിലാകും, ഇനി എൻ്റെ മനസ്സ് ശരിയായിട്ടുള്ളതാണ്, ഇതുമൂലം എനിക്ക് സംബോധി ലഭിക്കുന്നതാണ്. കാരണം ആ ആവരണങ്ങൾ നീങ്ങി. ഇത് ആദ്യത്തെ ഒരു ജ്ഞാനമാണ്. ഇത് ആര്യജ്ഞാനമാണ്, ലോകോത്തരമായിട്ടുള്ള ജ്ഞാനമാണ്, അസാധാരണമായിട്ടുള്ള ജ്ഞാനമാണ്. സാധാരണ വ്യക്തികൾക്ക് ഇത് ലഭിക്കുന്നതല്ല. അതായത് ഒരു വ്യക്തി ശ്രോതാപന്നനാണോ അല്ലയോ എന്ന് നോക്കുന്നതിൻ്റെ ആദ്യത്തെ ജ്ഞാനം ഇതാണ്. ആ വ്യക്തിക്ക് ഈ ജ്ഞാനമുണ്ടെങ്കിൽ ആ വ്യക്തി ശ്രോതാപന്നനാണ് എന്നാണ് പറയുന്നത്. ഇതേപോലുള്ള 7 ജ്ഞാനങ്ങളുണ്ട്. അതിലാദ്യത്തെ ജ്ഞാനം ഇതാണ്. തൻ്റെ ഉള്ളിൽ ഏതെങ്കിലും നീവരണമുണ്ടോ, ആ നീവരണങ്ങൾ മുഴുവൻ മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ശ്രോതാപന്നനാണ്. അതായത് അധികമായിട്ട് ആ വ്യക്തിയെ കാമചന്തമോ വ്യാപാദമോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശല്യപ്പെടുത്തുന്നില്ല. അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവും, എൻ്റെ ചിത്തം സംബോധി അല്ലെങ്കിൽ നിർവ്വാണം നേടുന്നതിന് യോഗ്യമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാവും. വീണ്ടും ഒരു ഭിക്ഷു ആലോചിക്കുന്നു, ഞാൻ ഈ ദർശനത്തെ വർദ്ധിപ്പിക്കുന്ന സമയത്ത്, അതിനെ വീണ്ടും വീണ്ടും ഭാവന ചെയ്യുന്ന സമയത്ത്, അതിനെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഇതുമൂലം എനിക്ക് സ്വയം എൻ്റെ സമത ലഭിക്കുന്നുണ്ടോ? അതിനുശേഷം ഞാൻ നിർവ്വാണത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ സമത എന്ന് പറയുമ്പോൾ ചിത്തത്തിൻ്റെ പ്രശാന്തമായിട്ടുള്ള അവസ്ഥ, ഏകാഗ്രത എന്നെല്ലാം നമുക്ക് പറയാം. അതേപോലെ തന്നെ നിർവ്വാണത്തിലേക്കുള്ള പോക്ക്, അതായത് ഈ കാര്യങ്ങളൊന്നും നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മൾ നിർവ്വാണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് സമ്മാദിഷ്ഠിയെ നമ്മൾ വീണ്ടും വീണ്ടും അഭ്യസിക്കുന്ന സമയത്ത് നമ്മൾക്ക് സമത ഉണ്ടാകുന്നുണ്ടോ, നിർവ്വാണത്തിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ സ്വയം നിരീക്ഷിക്കണം. അപ്പോൾ അവൻ പ്രജ്ഞാപൂർവം ഇങ്ങനെ അറിയുന്നു, ഈ ദർശനത്തെ ഞാൻ ഭാവന ചെയ്യുന്ന സമയത്ത്, അതിനെ വർദ്ധിപ്പിക്കുന്ന സമയത്ത്, അതിനെ അഭ്യസിക്കുന്ന സമയത്ത് ഇത് എൻ്റെ സമതയ്ക്ക് കാരണമായിട്ട് തീരുന്നുണ്ട്, നിബ്ബാണത്തിന് കാരണമായിട്ട് തീരുന്നുണ്ട്. ഇവിടെ ദർശനം എന്ന് പറയുന്നത് സമ്മാദിഷ്ഠിയാണ്. ദുഃഖത്തിൻ്റെ സമുദയം, നിവാരണത്തിലുള്ള മാർഗം. ഇത് രണ്ടാമത്തെ ആര്യജ്ഞാനമാണ്, അനുത്തരജ്ഞാനമാണ്, അസാധാരണ ജ്ഞാനമാണ്. സാധാരണ വ്യക്തികൾക്ക് ഈ ജ്ഞാനം ലഭിക്കുന്നതല്ല. അതായത് ആ വ്യക്തി ഒരു ശ്രോതാപന്നനായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ രണ്ടാമത്തെ ജ്ഞാനവും ലഭിക്കുകയുള്ളൂ. വീണ്ടും ഒരു ഭിക്ഷു ഇങ്ങനെ ആലോചിക്കുന്നു, ബുദ്ധൻ്റെ ധർമ്മത്തിൽ അല്ലാതെ അന്യധർമ്മത്തിലുള്ള ശ്രമണ ബ്രാഹ്മണന്മാർക്ക് അവർക്ക് എന്നിലുള്ളതുപോലെയുള്ള ഇതേ ദർശനം അവരിലുമുണ്ടോ? അപ്പോൾ അവർ പ്രജ്ഞാപൂർവം മനസ്സിലാക്കുന്നു, ബുദ്ധൻ്റെ ധർമ്മത്തിൽ അല്ലാത്ത ശ്രമണ ബ്രാഹ്മണന്മാർക്ക് ഇതേ ദർശനം അവരുടെ കയ്യിൽ ഒട്ടും തന്നെ ഇല്ല. അതായത് ഭഗവാന്റെ ധർമ്മത്തിൽ മാത്രമേ ഈ ദിഷ്ടി, ഈ ദർശനമുള്ളൂ. ബാക്കിയുള്ള സന്യാസിമാർക്ക് ഇതേ ദൃഷ്ടിയല്ല, മറ്റ് ദൃഷ്ടികളാണ് ഉള്ളത്. ഇത് മൂന്നാമത്തെ ജ്ഞാനമാണ്. ഇത് ആര്യജ്ഞാനമാണ്, ലോകോത്തര ജ്ഞാനമാണ്, അസാധാരണ ജ്ഞാനമാണ്. സാധാരണ വ്യക്തികൾക്ക് ഈ ജ്ഞാനം ലഭ്യമല്ല. വീണ്ടും ഒരു ഭിക്ഷു ആലോചിക്കുന്നു, ദിഷ്ടിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രകൃതമാണോ എന്നിലുമുള്ളത്? ഭിക്ഷുക്കളെ,
ദിഷ്ടിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രകൃതം എന്താണ്? ഇവിടെ ദിഷ്ടിസമ്പന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൃഷ്ടിയിൽ സമ്പന്നമായിട്ടുള്ളവൻ, പരിപൂർണനായിട്ടുള്ളവൻ, അതായത് മുക്തി നേടിയിട്ടുള്ള ഒരു വ്യക്തി. ആ ദിഷ്ടിസമ്പന്നൻ്റെ പ്രകൃതം ഇങ്ങനെയുള്ളതാണ്. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു അവൻ പരിഹാരം ഉള്ള എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അവർ ഉടൻ തന്നെ അതിനെ ബാക്കിയുള്ളവരോട് പറയുന്നു, അതിനെ വ്യക്തമാക്കി കൊടുക്കുന്നു, അതിനെ ഒരിക്കലും മറച്ചു വയ്ക്കുന്നില്ല. ആ തെറ്റിനെ തൻ്റെ ഗുരുവിനോടോ അല്ലെങ്കിൽ സബ്രഹ്മചാരികളോടോ ആ ഭിക്ഷു തുറന്നു പറയുന്നു. അതായത് ഒരു ഭിക്ഷുവിന് അനവധി നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ ഏതെങ്കിലും നിയമം തെറ്റി എന്ന് വിചാരിക്കുക. അത് വലിയ കുറ്റമൊന്നുമല്ല, ചെറിയ കുറ്റം തന്നെയാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഭിക്ഷു തൻ്റെ ടീച്ചറോട് അല്ലെങ്കിൽ തൻ്റെ സബ്രഹ്മചാരികളോട് ഈ കുറ്റം ഏറ്റുപറയും. ഇത് ദിഷ്ടിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഗുണമാണ്. അതായത് ശ്രോതാപന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെ തൻ്റെ ഗുരുവിനോടോ അല്ലെങ്കിൽ സബ്രഹ്മചാരികളോടോ ഇത് പറഞ്ഞതിന് ശേഷം ഇനി ഭാവിയിൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവൻ സ്വയം നിയന്ത്രിക്കുന്നു. ഉദാഹരണം ഭഗവാൻ ഇങ്ങനെ പറയുന്നു. ഒരു ചെറിയ കുട്ടിയുണ്ട് എന്ന് കരുതുക. ആ കുട്ടി തൻ്റെ കയ്യോ കാലോ കത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കരിയിൽ കൊണ്ട് ഇട്ടു. ഇട്ട ഉടനെ തന്നെ അവൻ ആ കൈകളെ അല്ലെങ്കിൽ കാലുകളെ തിരിച്ചെടുക്കുന്നു. ഇതേപോലെയുള്ള ഒരു പ്രകൃതമാണ് ദിഷ്ടിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉള്ളത്. അതായത് അവൻ സാധാരണയായിട്ട് തെറ്റ് ചെയ്യില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ നിന്ന് പുറകിലേക്ക് പോകുന്നു, പിന്നീട് അത് ആവർത്തിക്കുന്നില്ല. എന്നാലും അവർ ഇതേപോലുള്ള തെറ്റുകൾ ഒരുപക്ഷെ വീണ്ടും ആവർത്തിച്ചേക്കാം. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവർ ആ തെറ്റുകൾ തൻ്റെ ഗുരുവിനോട് അല്ലെങ്കിൽ സബ്രഹ്മചാരികളോട് തുറന്നു പറയുന്നു. 4 തെറ്റുകൾ പരാജിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പരിഹാരമില്ല. അവൻ ഭിക്ഷു ജീവൻ ഉപേക്ഷിക്കുക തന്നെ വേണം. അതല്ലാതെ അത്ര സീരിയസ് അല്ലാത്ത തെറ്റുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ തെറ്റുകളെ അവർ ഒരിക്കലും മറച്ചു പിടിക്കില്ല. ഉടൻ തന്നെ തൻ്റെ ടീച്ചറോട് അല്ലെങ്കിൽ ബ്രഹ്മചാരികളോട് താൻ ഈ തെറ്റ് ചെയ്തു എന്ന് അവർ പറയും. എന്നിട്ട് ഭാവിയിൽ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ അവർ സ്വയം നിയന്ത്രിക്കും. അപ്പോൾ അവർക്ക് പ്രജ്ഞാപൂർവം ഇങ്ങനെ മനസ്സിലാവും, ഒരു ദിഷ്ടിസമ്പന്നൻ്റെ പ്രകൃതം തന്നെയാണ് എന്നിലും ഉള്ളത്. അതായത് ഒരു ശ്രോതാപന്നനായിട്ടുള്ള ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തെറ്റ് ആ വ്യക്തി ഒരിക്കലും ഒളിപ്പിച്ചു വയ്ക്കില്ല, മറ്റുള്ളവരോട് തുറന്നു പറയും. അതൊരു ശ്രോതാപന്നനായിട്ടുള്ള വ്യക്തിയുടെ സ്വഭാവമാണ്. അതിനാൽ ഈ സ്വഭാവം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ശ്രോതാപന്നനാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇതാണ് 4ാമത്തെ ജ്ഞാനം. ഇത് ആര്യജ്ഞാനമാണ്, ലോകോത്തരമായിട്ടുള്ള ജ്ഞാനമാണ്, അസാധാരണ ജ്ഞാനമാണ്. സാധാരണ വ്യക്തികൾക്ക് ഈ ജ്ഞാനം ഉണ്ടാകുന്നതല്ല. വീണ്ടും ആ ആര്യശ്രാവകൻ ചിന്തിക്കുന്നു, ദിഷ്ടിസമ്പന്നൻ്റെ അതേ പ്രകൃതമാണോ എന്നിലും ഉള്ളത്? ഭിക്ഷുക്കളെ, എന്താണ് ഒരു ദിഷ്ടിസമ്പന്നൻ്റെ പ്രകൃതം? ഭിക്ഷുക്കളെ, ഒരു ദിഷ്ടിസമ്പന്നൻ്റെ പ്രകൃതം ഇങ്ങനെയാണ്. അവർ അവരുടെ സബ്രഹ്മചാരികൾക്ക് വേണ്ടി പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യും. അത് അവരുടെ ജോലിയാണ്. അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിരുന്നു കഴിഞ്ഞാലും അധികമായിട്ടുള്ള ശീലത്തെ പ്രാപിക്കാൻ, അധികമായിട്ടുള്ള സമാധിയെ പ്രാപിക്കാൻ, അധികമായിട്ടുള്ള പ്രജ്ഞയെ പ്രാപിക്കാൻ അവർ എപ്പോഴും ശുഷ്കാന്തിയോടുകൂടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. എന്താണ് അതിശീലം? എന്താണ് അതിചിത്തം? എന്താണ് അതിപന്യ? അതിശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ശീലങ്ങളും, അതായത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ശീലം പാലിക്കാൻ ആ വ്യക്തി ശ്രമിക്കും. അതേപോലെ തന്നെ സമാധി, അതിൻ്റെ അങ്ങേയറ്റം വരെ എത്താൻ ആ വ്യക്തി ശ്രമിക്കും. അതേപോലെ തന്നെ പ്രജ്ഞയും അതിൻ്റെ അങ്ങേ അറ്റം വരെ എത്താൻ ആ വ്യക്തി ശ്രമിക്കും. അതിനെയാണ് അതിസമാധി, അതിപന്യ എന്നെല്ലാം പറയുന്നത്. സാധാരണ പന്യല്ല, അതിക്രമിച്ചിട്ടുള്ള പന്യ. ഒരു ഭിക്ഷുവിന് സംഘത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഭിക്ഷുസംഘത്തിൽ പല ജോലികളും ഉണ്ട്. ഈ ജോലികളെല്ലാം വിഭജിച്ച് ഓരോ ഭിക്ഷുവും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ജോലിയെല്ലാം തന്നെ ചെയ്യുന്ന സമയത്തും വീണ്ടും ഒരു ഭിക്ഷു സമാധിക്ക് വേണ്ടി, പ്രജ്ഞയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ശീലത്തിൻ്റെ പരിപൂർണത്തിന് വേണ്ടി വീണ്ടും ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അതും ശുഷ്കാന്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി ആ ഭിക്ഷു ശ്രമിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം ഭഗവാൻ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു പശുവുണ്ട് എന്ന് കരുതുക, അതിന് ഒരു കുട്ടിയുമുണ്ട്. അപ്പോൾ ആ പശു പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്തും
ആ കുട്ടിയെ സ്നേഹത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു ഭിക്ഷു അവൻ എല്ലാ പ്രവൃത്തിയും എല്ലാ ഡ്യൂട്ടിയും ചെയ്യുന്ന സമയത്തും തൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള ശീലം സമാധി പ്രജ്ഞ ഇതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥിതിയിൽ എത്താൻ ആ ഭിക്ഷു ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് ആ ഭിക്ഷു ധ്യാനം ഒരിക്കലും മുടക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ദിഠ്ഠിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രകൃതം. ഇതുപോലെ തന്നെ തൻ്റെ സബ്രഹ്മചാരികളോട് ഒരുപാട് തരത്തിലുള്ള ജോലികളുണ്ട്. അത് ചെയ്യുകയാണെങ്കിലും ആ ഭിക്ഷു ശീലത്തിൻ്റെ സമാധിയുടെ പ്രജ്ഞയുടെ അധിക ലബ്ധിക്ക് വേണ്ടി അവർ വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പ്രജ്ഞാപൂർവം ഇങ്ങനെ മനസ്സിലാക്കും, ദിഠ്ഠിസമ്പന്നൻ്റെ അതേ പ്രകൃതം തന്നെയാണ് എനിക്കുമുള്ളത്. ഇത് ആ ഭിക്ഷുവിൻ്റെ 5ാമത്തെ ജ്ഞാനമാണ്. ഇത് ആര്യജ്ഞാനമാണ്, ലോകോത്തര ജ്ഞാനമാണ്, അസാധാരണ ജ്ഞാനമാണ്. ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പൊതുജനത്തിന് ഇത്തരം ഒരു ജ്ഞാനമുണ്ടാകുകയില്ല. വീണ്ടും ഒരു ഭിക്ഷു ആര്യശ്രാവകൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു, ഒരു ദിഠ്ഠിസമ്പന്നനുള്ള അതേ ബലം തന്നെയാണോ എനിക്കും ഉള്ളത്? ഭിക്ഷുക്കളെ, ദിഠ്ഠിസമ്പന്നനായിട്ടുള്ള ഒരു ഭിക്ഷുവിൻ്റെ ബലം എന്താണ്? ദിഠ്ഠിസമ്പന്നനായിട്ടുള്ള ഒരു ഭിക്ഷുവിൻ്റെ ബലം ഇങ്ങനെയാണ്. തഥാഗതനാൽ പറയപ്പെട്ട ധർമ്മ വിനയം ആരെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് അവർ അതിനെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു, അവരുടെ മനസ്സിനെ അതിൽ തന്നെ ചെലുത്തുന്നു, ഹൃദയം കൊണ്ട് അവർ അതിനെ ശ്രദ്ധിക്കാൻ നോക്കുന്നു, എന്നിട്ട് പൂർണ്ണ ശ്രദ്ധയോടുകൂടി അതിനെ കേൾക്കുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പ്രജ്ഞാപൂർവം മനസ്സിലാക്കുന്നു, ദിഠ്ഠിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ബലം എന്നിലും ഉണ്ട്. അതായത് ഇത് കേൾക്കുന്ന നിങ്ങൾ മിക്കവരും ഇത് തഥാതനാൽ പറയപ്പെട്ട ധർമ്മമാണ്, നിങ്ങളിതിനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുന്നത്, നിങ്ങളുടെ മനസ്സ് ഇതിൽ ചെലുത്തുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയപൂർവ്വം നിങ്ങളതിനെ ശ്രദ്ധിക്കുകയാണ്, വളരെ താല്പര്യത്തോടുകൂടി നിങ്ങൾ അതിനെ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ശ്രോതാപന്നൻ തന്നെ ആയിരിക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം സാധാരണ ഒരു വ്യക്തിക്ക് ഇത്തരം ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ഇത്തരം ശ്രദ്ധ ഒരിക്കലും ഉണ്ടാകുകയില്ല. അപ്പോൾ അവർ ഇങ്ങനെ പ്രജ്ഞാപൂർവ്വം മനസ്സിലാക്കുന്നു, ഒരു ദിഠ്ഠിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ബലം എന്നിലും ഉണ്ട്. ഇത് അവരുടെ 6ാമത്തെ ജ്ഞാനമാണ്. ഇത് ആര്യജ്ഞാനമാണ്, ലോകോത്തര ജ്ഞാനമാണ്, അസാധാരണ ജ്ഞാനമാണ്. സാധാരണ ഒരു വ്യക്തികൾക്ക് ഇത് ഉണ്ടാകുന്നതല്ല. അതായത് സാധാരണ ഒരു വ്യക്തി ഒരിക്കലും ഭഗവാന്റെ ധർമ്മവിനയത്തെ ശ്രദ്ധാപൂർവം കേൾക്കില്ല, അതിന് കേൾക്കാൻ ശ്രമിക്കില്ല, ഹൃദയപൂർവ്വം കേൾക്കില്ല, അതിന് ശ്രദ്ധ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അതായത് അവരൊന്നും മുക്തരായിട്ടുള്ള വ്യക്തികൾ അല്ല. അതിനുശേഷം വീണ്ടും ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ദർശനസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്കുള്ള ബലം എന്നിലുണ്ടോ? ഭിക്ഷുക്കളെ, എന്താണ് ദർശനസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉള്ള ബലം? ദർശനസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്കുള്ള ബലം ഇതാണ്. തഥാഗതൻ പറഞ്ഞിട്ടുള്ള ധർമ്മവിനയത്തെ പഠിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥത്തെ അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു, അതിൽ പറയുന്ന ധർമ്മത്തെ അവർ അനുഭവിക്കാൻ തുടങ്ങുന്നു. ലഭതി ധമ്മോപസംഹിതം പാമോജ്യം. ആ ധർമ്മത്താൽ അവർക്ക് പ്രമോദം, അതായത് മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ടാകുന്നു. അതായത് നിങ്ങൾ ഒരു ശ്രോതാപന്നനായിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ ധർമ്മം പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നു തുടങ്ങുന്നു, ആ ധർമ്മത്തെ നിങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങുന്നു, കാണാൻ തുടങ്ങുന്നു. അതുകൂടാതെ ആ ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രമോദം, ആ പ്രീതി നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നു. ധർമ്മശ്രവണം കേൾക്കുന്ന സമയത്ത് രോമാഞ്ചമുണ്ടാകുന്നു. ബുദ്ധൻ്റെ വാണികൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടാകുന്നു, രോമാഞ്ചമുണ്ടാകുന്നു, അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ശ്രോതാപന്നനായിട്ടുള്ള വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അവർ ഇങ്ങനെ പ്രജ്ഞാപൂർവം അറിയുന്നു, ദൃഷ്ടിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്കുള്ള ബലം തന്നെയാണ് എന്നിലുള്ളത്. ഇത് അവർ നേടുന്ന 7ാമത്തെ ജ്ഞാനമാണ്. ഇത് ആര്യജ്ഞാനമാണ്, ലോകോത്തര ജ്ഞാനമാണ്, അസാധാരണ ജ്ഞാനമാണ്. സാധാരണ വ്യക്തികൾക്ക് ഈ ജ്ഞാനം ഉണ്ടാകുന്നതല്ല. ഒരു ഭിക്ഷുവിന് അല്ലെങ്കിൽ ആര്യശ്രാവകന് ഈ 7 ജ്ഞാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവൻ ശ്രോതാപന്നനായി കഴിഞ്ഞ് ഈ ധർമ്മത്തെ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് എന്നാണ് പറയുന്നത്. ഏവം സത്താംഗ സമന്യാഗതസ്സ ഖോ ഭിക്കവേ അരിയസാവകസ്സ ധമ്മത സുസമന്വിഠ ഹോതി സോദാപത്തി ഫല സച്ചികിരിയായ.
ഒരു ഭിക്ഷുവിന് ഈ 7 തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ആ ആര്യശ്രാവകൻ ധർമ്മത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് സോതാപത്തി ഫലം അത് അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആ വ്യക്തി ശ്രോതാപന്നനായി, അതായത് മുക്തിയുടെ ആദ്യത്തെ അവസ്ഥ ആ വ്യക്തി നേടി. ഈ തരത്തിലുള്ള 7 ജ്ഞാനം നേടിയ ആ ആര്യശ്രാവകൻ, ആ ഭിക്ഷു സോതാപത്തി ഫലം നേടിയിട്ടുള്ള വ്യക്തിയാണ്, ശ്രോതാപന്നനായിട്ടുള്ള വ്യക്തിയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ ഭഗവാന്റെ വചനത്തെ അഭിനന്ദിച്ചു, അതിൽ തൃപ്തരായി. കോസംബിയ സൂതം നിഠിതം. ഇവിടെ മുക്തിയുടെ ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശ്രോതാപന്ന അവസ്ഥയാണ്. അതായത് നമ്മൾ ധ്യാനിച്ചതിന് ശേഷം ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള സത്യത്തെ നമ്മൾ സാക്ഷാത്കരിച്ചു. അത് ചിലപ്പോൾ 1 സെക്കൻഡിലോ 2 സെക്കൻഡോ മാത്രമായിരിക്കാം. അപ്പോൾ നമ്മൾ ശ്രോതാപന്നനായി. ഒരു വ്യക്തി ശ്രോതാപന്നനായി എങ്കിൽ ഏറ്റവും കൂടുതൽ ആ വ്യക്തി 7 ജന്മങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. അതിനുശേഷം ആ വ്യക്തി അർഹന്തനാകുക തന്നെ ചെയ്യും. ലോകത്തിലെ ഒരു ശക്തിക്കും ആ വ്യക്തിയെ അർഹന്തനാകുന്നതിൽ നിന്ന് തടയാൻ സാധിക്കില്ല. അതുകൂടാതെ ആ വ്യക്തി ഒരിക്കലും അധോലോകത്ത് ജനിക്കുകയുമില്ല. ഇതാണ് ശ്രോതാപന്നൻ്റെ പ്രത്യേകത. ഇനി വീണ്ടും ഈ അവസ്ഥ, വീണ്ടും മുക്തിയുടെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ ആ വ്യക്തി സഗ്ദാഗാമിയാവും. അതായത് ആ വ്യക്തി ഈ ലോകത്തിൽ ഒരിക്കൽ മാത്രമേ വീണ്ടും വരികയുള്ളൂ, കാമലോകത്തിൽ. അതിനുശേഷം ഇവിടെ നിന്ന് പോയിട്ട് ബ്രഹ്മലോകത്തിൽ പോയിട്ട് അവിടെ നിന്ന് അർഹന്തനാവും. അടുത്തത് അനാഗാമി എന്ന അവസ്ഥയാണ്. ആ വ്യക്തി ഒരിക്കലും ഈ ലോകങ്ങളിലൊന്നും തിരിച്ചു വരില്ല. ബ്രഹ്മലോകത്ത് ഇരുന്ന് തന്നെ ആ വ്യക്തി അർഹന്തനാകും. അടുത്തത് അർഹന്തനാണ്, 4ാമത്തെ അവസ്ഥ. ഈ അവസ്ഥ നേടിയ വ്യക്തി പരിപൂർണ്ണ മുക്തനാണ്. പിന്നീട് ഒരു ജന്മവും ആ വ്യക്തിക്ക് ഉണ്ടാകുന്നതല്ല. അതിനാൽ ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രമോദം ലഭിക്കുന്നു, പ്രീതി ലഭിക്കുന്നു. അതിൻ്റെ ധർമ്മം നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രോതാപന്നനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. പ്രത്യേകിച്ച് നിങ്ങൾ ധ്യാനം അഭ്യസിക്കുകയാണെങ്കിൽ 4ാമത്തെ ധ്യാനം നിങ്ങൾ കഴിഞ്ഞ ഉടനെ നിങ്ങൾ വീണ്ടും ത്രിപിടക എടുത്ത് വായിക്കുക, അതായത് സുത്തപിടക എടുത്ത് വായിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാകാൻ തുടങ്ങും. പണ്ട് നിങ്ങൾ ധർമ്മം അഭ്യസിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവമല്ല പിന്നീട് നിങ്ങൾക്കുണ്ടാകുക. അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള അർത്ഥം വരെ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. അതുകൂടാതെ നിങ്ങൾക്ക് ഒരുപാട് പ്രമോദമുണ്ടാകും, പ്രീതിയുണ്ടാകും. അത് ഒരു ശ്രോതാപന്നൻ്റെ തന്നെ ലക്ഷണമാണ്. അതിനാൽ നിങ്ങൾ ശ്രോതാപന്നനാണോ അല്ലയോ എന്ന് ഈ സൂത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതുകൂടാതെ മറ്റാരെങ്കിലും ശ്രോതാപന്നനാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ 7 അംഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്രോതാപന്നരാണ്. ഈ 7 അംഗങ്ങൾ അവർക്ക് ഇല്ല എങ്കിൽ അവർ ശ്രോതാപന്നരല്ല. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളായിട്ട് തീരട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.